എന്നെ ആ കേസിൽ നിന്ന് രക്ഷിച്ചതേ ഇന്ദ്രേട്ടനാണെന്ന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാ ഇന്ദ്രേട്ടനെ അനുപമ ചേച്ചി വീണ്ടും ഒന്നിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന്റെ പേര് അത്യാഗ്രഹം എന്നാ. ശ്യാമേട്ടൻ വിചാരിച്ചാലൊന്നും അനുവേട്ടത്തെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. ഇന്ദ്രേട്ടന്റെ ഇന്ദുവിന്റെ കല്യാണം തീരുമാനിച്ച കാര്യം അമ്മ അനന്തമാഷോട് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായാലും മാഷ മകൾ ഇന്ദ്രേട്ടന്റെ കൂടെ അയക്കില്ലെന്ന കാര്യം ഉറപ്പാ. നിങ്ങൾക്ക് ചിലപ്പോ ഇന്ദുവിന്റെ ഇന്ദ്രേട്ടനെ കല്യാണം മുടക്കാൻ പറ്റുമായിരിക്കും. പകരം അനുവേട്ടത്തിയെ ഇന്ദ്രേട്ടന്റെ അടുത്ത് എത്തിക്കാൻ ഒരിക്കലും പറ്റില്ല. അവസാനം പിടിച്ചതുമില്ല പറന്നതുമില്ല എന്നുള്ള അവസ്ഥയിലാവും ഇന്ദ്രേട്ടൻ. നമുക്ക് അവസാനമായിട്ടൊന്ന് അനുചേച്ചിയോട് സംസാരിച്ചോളൂ സത്യ. അവരല്ലേ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഏട്ടത്തിയോട് നമുക്ക് സംസാരിക്കാം ശ്യാം. അതിനാദ്യം ഏട്ടൻ സമ്മതിക്കണം. ഏട്ടൻ്റെ അടുത്ത് ഈ ആവശ്യമുണ്ടെങ്കിലല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അതെ, വീണ്ടും ഗൂഢാലോചന നടത്തി ഇന്ദ്രനെ അനുപമയെ ഒന്നിപ്പിക്കാൻ നോക്കുവാണല്ലേ? ദേ, നടക്കുന്ന കാര്യം വലുതും ആലോചിക്കും മക്കളെ. ഇന്ദ്രനെ എന്റെ ചോരയാ, എന്റെ ഗുണങ്ങളാ അവന് കിട്ടിയിരിക്കുന്നതും. നീ നിന്റെ അച്ഛനെ പോലെയാ, ഒരിക്കലും എവിടെയും കാലുറപ്പിച്ച് നിൽക്കൂല. നിനക്ക് പറ്റൂല. സോനയ്ക്ക് അമ്മയുടെ ചില ഗുണങ്ങളും അച്ഛന് കുറെ ദോഷങ്ങളും ഉണ്ട്. അതുകൊണ്ട് അമ്മയുടെ ഗുണങ്ങൾ പുറത്തെടുത്താ നിനക്ക് കൊള്ളാം. ദേ, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ. സച്ചി സാറിന്റെ മകളെന്നല്ല ഒരു പെണ്ണിനെയും ഇന്ദ്രൻ ഇനി കല്യാണം കഴിച്ചില്ലെങ്കിലും അനുപമയെ ജീവിതത്തിൽ ഒരിക്കലും അവന് തിരിച്ചു കിട്ടില്ല. ചിലപ്പോ ഞാൻ മരിച്ചാലെങ്കിലും അവർ ഒന്നാവുന്ന നിങ്ങക്ക് തോന്നുന്നുണ്ടാവും. എന്നാലേ അത് ഞാൻ തടയും. എങ്ങനെയാണെന്ന് അറിയോ നിങ്ങക്ക്? ഞാൻ മരിക്കാൻ നേരത്ത് അമ്മയുടെ അന്ത്യാഭിലാഷമായി ഞാൻ ഇന്ദ്രനോട് ആവശ്യപ്പെടുന്ന അതായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും എന്റെ മോൻ അനുപമയുമായിട്ട് ചേരരുതെന്ന്. ഇതുവരെ എന്നെ മാത്രം അനുസരിച്ച് ജീവിച്ച ഇന്ദ്രൻ അമ്മയുടെ അവസാന ആഗ്രഹം നടത്തിത്തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.